സംബന്ധിച്ച് പൗരോഹിത്യ ശുശ്രൂഷയിൽ സഭയുടെ വിവിധങ്ങളായിരിക്കുന്ന ആത്മീയ ശുശ്രൂഷകൾ, സുവിശേഷപരമായ സമർപ്പണ മേഖലകൾ, പൊതുസമൂഹത്തിൻ്റെ ആവശ്യങ്ങളെ കണ്ട് നിയോഗിതമാകുന്ന സേവന മേഖലകൾ, ഇതെല്ലാം പൗരോഹിത്യത്തിൻ്റെ പരസ്പരം ബന്ധമുള്ളതും മാറ്റിവെക്കാനാവാത്തതുമായ ഘടകങ്ങളാണ്. ഇപ്രകാരം പൗരോഹിത്യ ശുശ്രൂഷയെ അതിൻ്റെ സമഗ്രതയിൽ കണ്ട് അതിനെ സ്നേഹിച്ച് അതിൻ്റെ നന്മയിൽ നമ്മുടെ സഭയെ താൻ നിയോഗിതനായ മേഖലകളിൽ ഉറപ്പിച്ച വന്യനായ ദാനിയേൽ അച്ഛനെയാണ് നാം ഇപ്പോൾ യാത്രയാക്കുന്നത്. ഒരുവന് സഭയോടുള്ള സ്നേഹം, സഭയിലൂടെ കരഗതമാകുന്ന സ്നേഹം, ഇത് രണ്ടും ചേർന്ന് നിൽക്കുന്നതാണ്. വന്യനായ ദാനിയേൽ അച്ഛൻ പൗരോഹിത്യ പരിശീലനത്തിലും പൗരോഹിത്യ ശുശ്രൂഷയിലും സഭ ആഗ്രഹിച്ച ഇടങ്ങളിലും നിയോഗങ്ങളിലും സമർപ്പണ ബുദ്ധിയോടുകൂടി ദൈവം അദ്ദേഹത്തിന് കൊടുത്ത എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഇടപെട്ടു, പ്രവർത്തിച്ചു, സഭയുടെ നന്മയ്ക്കായി വ്യാപരിച്ചു എന്നത് നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തെ ഒരുപക്ഷെ മാർ ഇവാനിയോസ് കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പൽ എന്ന നിലയിൽ അനേകം ആളുകൾ അറിയുമ്പോൾ വിസ്മരിക്കപ്പെട്ട് പോകുവാൻ പാടില്ലാത്ത മറ്റൊരു തലമുണ്ട്. നീണ്ട 27 വർഷം ദാനിയേൽ അച്ഛൻ തിരുവനന്തപുരത്ത് തന്നെ കുറ്റിയാനി എന്ന ഇടവകയുടെ വികാരിയായിരുന്നു. അത്രയും വർഷം അച്ഛൻ കോളേജിൽ പ്രിൻസിപ്പളായോ ബർസാറായോ ശുശ്രൂഷിച്ചിട്ടില്ല. 27 വർഷം പൗരോഹിത്യത്തിൻ്റെ വലിയ ഒരനുഭവം പങ്കുവച്ച ഒരിടവകയെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയുക. അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ച് എനിക്ക് കൂടുതൽ അജപാലനപരമായ സമർപ്പണത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചത് ഈ കുറ്റിയാനി പള്ളിയിലെ വികാരി എന്ന നിലയിൽ ഞാൻ തിരുവനന്തപുരത്ത് ശുശ്രൂഷ ആരംഭിക്കുമ്പോഴാണ്. ആ ഇടവക മാത്രമല്ല, ആ പ്രദേശത്തുള്ള സകല മനുഷ്യരെയും തിരുസഭ പഠിപ്പിക്കുന്നത് പോലെ എല്ലാവരെയും ചേർത്ത് വെച്ച് വിളിക്കുന്ന ദൈവരാജ്യം എന്ന കർത്താവിൻ്റെ ആ വലിയ കൂട്ടായ്മ അതിൽ ചേർത്ത് നിർത്തി ഒരു ദേശത്തിന് മുഴുവൻ നന്മ പകരുന്നതിന് ഏറ്റവും അധികം സമർപ്പണ ബുദ്ധിയോടുകൂടി ഇടപെട്ടിട്ടുള്ള ഒരു വൈദികനാണ്. കുറ്റിയാനി ഇടവക എന്ന ആ സമൂഹത്തെ സംബന്ധിച്ച് സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന ഒരിടമാണ്. എന്നാൽ ഇന്ന് ആ പ്രദേശത്ത് അഭിമാനത്തോടുകൂടി സഭയിലെ ശുശ്രൂഷയിലും പൊതുസമൂഹത്തിലെ ഇടപെടലിലും എഴുന്നേറ്റ് നിൽക്കുവാൻ പ്രാപ്തിയുള്ളവരാക്കി തീർത്ത ഒരു രൂപാന്തരീകരണത്തിൻ്റെ അനുഭവം പറയുവാൻ ഈ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ഉണ്ട്. 27 വർഷം കഴിഞ്ഞ് അവിടുന്ന് മാറുമ്പോഴും അങ്ങനെ മാറണമെന്ന് അച്ഛന് വലിയ താല്പര്യമില്ല. ഇടവക ജനങ്ങൾക്കും തീരെ താല്പര്യമില്ല. അത്രമാത്രം ഒരു ബന്ധത്തിൽ ആ പ്രദേശത്തെ മുഴുവൻ ഹൃദയത്തിൽ സംവഹിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പൊതുസമൂഹത്തിൽ അദ്ദേഹത്തെ മാർ ഇവാനിയോസ് കോളേജിൻ്റെ പ്രഗത്ഭനായ പ്രിൻസിപ്പൽ എന്ന നിലയിൽ, മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ ന്യൂനപക്ഷ അവകാശത്തെ സംരക്ഷിച്ച പ്രഗത്ഭനായ ഒരു പ്രിൻസിപ്പൽ എന്ന നിലയിലൊക്കെ അറിയുമ്പോൾ ആരും ശ്രദ്ധിക്കാതെ ഇരുന്ന
അല്ലെങ്കിൽ വേണ്ടത്ര ശ്രദ്ധ പല കാരണങ്ങളാൽ ലഭിക്കാതെ പോയ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ചരിത്രം പറയുന്ന ഒരനുഭവമാണ് ഞാൻ സൂചിപ്പിച്ച ഇടവകയിലെ അദ്ദേഹത്തിൻ്റെ അജപാലന ശുശ്രൂഷ. തന്നെ ഏൽപ്പിച്ച മേഖലകൾ നിരവധിയാണ്. ഇവിടെ പിതാക്കന്മാർ എല്ലാവരും തന്നെ, ഒരാളൊഴികെ ബാക്കി എല്ലാവരും അച്ഛനെക്കുറിച്ച് വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ ദീർഘമായി സംസാരിക്കുന്നതിന് പറ്റിയ സമയമല്ല, കാലാവസ്ഥയല്ല. സഭയുടെ പൊതു ശുശ്രൂഷ എന്ന നിലയിൽ അദ്ദേഹത്തോടുള്ള സ്നേഹവും സഭയുടെ നന്ദിയും പറയുക, അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുള്ള സ്നേഹം അറിയിക്കുക, ഇതാണല്ലോ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന നിയോഗം. ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ അനുഗ്രഹീതമായ നാമത്തിൽ ആരംഭിച്ച ഒരു കാരുണ്യ പദ്ധതി ഉണ്ടായിരുന്നു, സമൂഹ വിവാഹ പദ്ധതി. അതിനായി അത്യധ്വാനം ചെയ്തിട്ടുള്ള ഒരു വൈദികനാണ് ദാനിയേലച്ചൻ. അതിനനേകം സ്ഥലങ്ങളിൽ ശുശ്രൂഷ, അനേക ഇടങ്ങളിലെ യാത്ര, ഇതെല്ലാം ഈ ഒരു ജീവകാരുണ്യ പ്രവൃത്തിക്ക് വേണ്ടി അദ്ദേഹം നിർവഹിച്ചതാണ്. അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ള അജപാലന പ്രദേശങ്ങളിലെല്ലാം പ്രകടമാക്കിയ അദ്ദേഹത്തിൻ്റെ സമർപ്പണം സഭയ്ക്ക് മുതൽക്കൂട്ടായി. നീണ്ട 25 വർഷം മേരിമക്കൾ സന്യാസിനി സമൂഹത്തിൻ്റെ ജനറലേറ്റിൻ്റെ ചാപ്ലൈനായിരുന്നു ബഹുമാനപ്പെട്ട ദാനിയേലച്ചൻ. അതിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ഒരുപക്ഷെ വാക്കിൽ പറയുന്നതിനേക്കാൾ അപ്പുറത്താണ്. ഒരു മഠത്തിൽ 25 വർഷമായി സിസ്റ്റേഴ്സ് മാറി മാറി വരും, ചാപ്ലൈന് മാത്രം മാറ്റമില്ല. മത ജനറൽമാർ ഒരു 4 പേരെങ്കിലും മാറി വന്നിട്ടുണ്ട്. 25 വർഷം ദീർഘമായ ശുശ്രൂഷ അദ്ദേഹം നിർവഹിച്ചു. വളരെ കൃത്യതയോടെയും ഉത്തരവാദിത്വത്തിലും ദൈവവിചാരത്തിലും അദ്ദേഹം നിർവഹിച്ച ആ ശുശ്രൂഷ. മാർ ഇവാനിയോസ് കോളേജിലെ അദ്ദേഹത്തിൻ്റെ വാർഡൻ എന്ന നിലയിൽ, ബർസാർ എന്ന നിലയിലുള്ള ശുശ്രൂഷയിൽ നമ്മുടെ പൊതുസമൂഹത്തിലെ അനേകർ അതിൽ നിന്ന് അനുഗ്രഹം സ്വീകരിച്ചിട്ടുള്ളവരാണ്. അവർക്കൊക്കെ അദ്ദേഹത്തോട് കടപ്പാടുണ്ട്, അതൊക്കെ പ്രകടമാക്കാറുണ്ട്. ഏറ്റവും അനുഗ്രഹീതമായ, സ്നേഹനിർഭരമായ, എന്നാൽ സന്മാർഗത്തെ വിട്ടുവീഴ്ച ചെയ്യാതെയുള്ള അച്ഛൻ്റെ ഒരു സമീപനം കോളേജിൻ്റെ, ഹോസ്റ്റലിൻ്റെ, ക്യാമ്പസിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ പ്രത്യേകമാം വിധം സ്വാധീനിച്ചിട്ടുണ്ട്, അതിൻ്റെ നില ഉയർത്തിയിട്ടുണ്ട്. അദ്ദേഹം പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിക്കുന്ന ആ സമയം അതിനെ പ്രത്യേകമായ വീക്ഷണങ്ങളിൽ കാണുന്നവരുണ്ട്. ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ വെറും വ്യക്തിപരമായ ഒരാഗ്രഹത്തിന് അദ്ദേഹം പ്രിൻസിപ്പൾ ആകുന്നതിന് മാനേജ്മെൻറ്റിനെ നിർബന്ധിച്ചതാണ് എന്ന്. കൈവിട്ടു പോയേക്കാമായിരുന്ന ഭരണഘടന നൽകുന്ന ഒരു സംരക്ഷണത്തിൻ്റെ ബോധ്യത്തോടു കൂടിയ ഒരു സമീപനം ഭാഗ്യസ്മരണാർഹനായ സിറിൽ ബസേലിയോസ് ബാവാ തിരുമേനിയുടെ ദീർഘവീക്ഷണത്തിൻ്റെയും അജപാലന ഔത്സുക്യത്തിൻ്റെയും ഫലമായി ആ പരിശ്രമം ഇന്ത്യയൊട്ടാകെ ശ്രദ്ധിക്കപ്പെട്ട് വിജയത്തിലെത്തിച്ച ഒരു ചരിത്രമുണ്ട്. അച്ഛനേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഭവം കൂടിയാണത്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, അച്ഛൻ്റെ വ്യക്തിപരമായ ഒരു ആഗ്രഹത്തിനോ നേട്ടത്തിനോ അദ്ദേഹം പ്രിൻസിപ്പളായതല്ല. മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷന് ഭരണഘടന നൽകുന്ന സ്വാഭാവികമായ അവകാശം ഒരിക്കലും കൈവിട്ടു പോകരുത് എന്ന നിശ്ചയദാർഢ്യത്തിൽ അദ്ദേഹം എടുത്ത ഒരു സമീപനമുണ്ട്. അത് എത്രയോ
മതന്യൂനപക്ഷങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് പിന്നീട് വലിയ ആശ്വാസമായി. അത് അനേകം സമാനമായ വിഷയങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നതിന് കാരണമായി. അച്ഛൻ്റെ ശുശ്രൂഷ മറിവാനിയസ് കോളേജിൽ നിന്ന് നേരെ ഡൽഹിയിലെ ശുശ്രൂഷയിലേക്കാണ് നൽകിയത്. പുതിയ കാലാവസ്ഥയും പുതിയ ഭാഷയും പുതിയ സാഹചര്യവും അതൊക്കെ പ്രതികൂലമായി വരാം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സഭ അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തോട് അഭിനന്ദനായ ദിവംഗതനായ ബർണബാസ് തിരുമേനി പ്രകടമാക്കിയിട്ടുള്ള വലിയ സ്നേഹവും കരുതലുമെല്ലാം ഏറെ സ്മരണീയമാണ്. അദ്ദേഹത്തിൻ്റെ ഡൽഹി ഭദ്രാസനത്തിലെ ശുശ്രൂഷകൾ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായ മിഷൻ പ്രദേശങ്ങളിലെ സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, പിന്നീട് ഭോപ്പാലിലെ സുദീർഘമായ ശുശ്രൂഷ, ഇതെല്ലാം സഭയുടെ നിയോഗപ്രകാരം അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. തിരികെ ഭദ്രാസനത്തിൽ പത്തനംതിട്ടയിൽ വന്ന് ഭദ്രാസന അധ്യക്ഷൻ ഏൽപ്പിച്ച ശുശ്രൂഷ വളരെ വിനയാന്വിതനായി അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു. സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ വ്യത്യസ്തമാണെങ്കിലും അദ്ദേഹം ജീവിതത്തിൻ്റെ ഈ സായാഹ്നത്തിൽ പ്രകടമാക്കിയ സാധാരണമായ ഒരു സമർപ്പണം, പ്രവർത്തന നിരതമായിരുന്ന ആ ജീവിതം, ഒരു ദിവസം മാത്രമേ അദ്ദേഹം പൊതു മേഖലയിൽ നിന്ന് ഒരു വിശ്രമമായി, അവസാനത്തെ ദിവസം മാത്രം, അതും തലേ ദിവസവും പട്ടംകുടയും പുത്തൻകുർബാനയിലും ഒക്കെ സംബന്ധിച്ച ഒരു പുരോഹിതനാണ്. പ്രവർത്തന നിരതരായിരിക്കുമ്പോൾ വിശ്വസ്തനും വിവേകിയുമായ ഈ ആചാര്യനെ ദൈവം തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചു. കുഴിത്തടത്തിൽ കുടുംബത്തോട് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്കുള്ള കൃതജ്ഞതയും സ്നേഹവും ഇത്തരുണത്തിൽ ഞാൻ അറിയിക്കുന്നു. സഭയ്ക്ക് ദാനിയേലച്ചനെ നൽകിയത് മാത്രമല്ല, ദാനിയേലച്ചനെ നൽകുകയും സഭയുടെ ശുശ്രൂഷകൾക്ക് കുടുംബമായി എപ്പോഴും ചേർന്ന് നിൽക്കുകയും ചെയ്തിട്ടുള്ള അനുഭവമാണ്. ഞാൻ വന്നിന ഈ സമയത്ത് യോനാച്ചായനെ ഓർക്കുന്നു. ഗൾഫിൽ നമ്മുടെ ഇടവക സമൂഹമൊക്കെ തുടങ്ങുമ്പോൾ വൈദികരുടെ അഭാവത്തിൽ തന്നെ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ ശുശ്രൂഷിച്ചിട്ടുള്ള കൽമായ പ്രേക്ഷിതനാണ്. നമ്മുടെ സഭയുടെ കാര്യം, നമ്മുടെ പള്ളി ഈ ഒരു നിലയിൽ നിന്ന് ഒരിക്കലും താഴേക്ക് പോയിട്ടില്ല. അപ്രകാരമുള്ള ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ബന്ധവും ഒരു സഭയെ ഉറപ്പിക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട കുഴിത്തടത്തിൽ കുടുംബാംഗങ്ങളോട് സഭയുടെ സ്നേഹവും കടപ്പാടും ഞാൻ അറിയിക്കുന്നു.